റഹ്മാൻ, റഹീം, അൽ ഗഫൂർ ഈ മൂന്ന് നാമങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ അറിയിക്കുന്ന നാമങ്ങളാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണ്യകൻ, കാരുണ്യം വിശാലമായവൻ. ഈ ലോകത്തുള്ള എല്ലാത്തിലും അള്ളാഹുവിൻ്റെ കാരുണ്യം വിശാലമാണ്. അത് വിശ്വാസികൾക്കെന്നോ അവിശ്വാസികൾക്കോ എന്നില്ലാതെ അള്ളാഹുവിൻ്റെ കാരുണ്യം വിശാലമാണ്. ഈവൻ നിരീശ്വരവാദിക്ക് പോലും അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹു നൽകുന്നു. റഹീം എന്ന് പറഞ്ഞാൽ കരുണാനിധി. ഇത് അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി മാത്രം നൽകുന്ന കാരുണ്യമാണ്. അള്ളാഹു 100 കാരുണ്യത്തെ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ്. അതിൽ ഒരു കാരുണ്യം മാത്രമാണ് ഭൂമിയിലേക്ക് ഇറക്കിയത്. ആ ഒരു കാരുണ്യമാണ് ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും അനുഭവിക്കുന്നത്. ബാക്കിയുള്ള 99 കാരുണ്യവും അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി പരലോകത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയെന്നാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ചെറിയ ചരിത്രം പറയാം. ഒരിക്കൽ മദീനയിൽ ബനു മുസ്തലക്ക് യുദ്ധ സന്ദർഭത്തിൽ ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. വളരെ ആവലാതിയോടുകൂടെയും സങ്കടപ്പെട്ടു ആ സ്ത്രീ ആ കുഞ്ഞിനെ തിരയുകയാണ്. ഒടുവിൽ ആ സ്ത്രീക്ക് ആ കുഞ്ഞിനെ കിട്ടിയപ്പോൾ അടുത്ത് ചേർത്ത് പിടിക്കുകയും പാലൂട്ടുകയും ചെയ്തു. ഈ സ്നേഹപൂർവമായ സന്ദർഭം കണ്ടിരുന്ന സ്വഹാബികളോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ സ്ത്രീ ഈ കുഞ്ഞിനെ തീയിലിടുമോ? ഒരിക്കലുമില്ല, സ്വഹാബികൾ പ്രതികരിച്ചു. എന്നാൽ ഈ സ്ത്രീക്ക് ഈ കുഞ്ഞിനോടുള്ളതിനേക്കാൾ കാരുണ്യം തൻ്റെ അടിമകളോട് അള്ളാഹുവിനുണ്ടെന്നാണ്. ഈ ഭൂമി സംരക്ഷിച്ച് നിലനിൽക്കുന്നത് തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. നമുക്ക് നമ്മളോടുള്ളതിനേക്കാൾ കൂടുതൽ കാരുണ്യം അള്ളാഹുവിന് നമ്മളോടുള്ള കാരുണ്യമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ അറിയിക്കുന്ന മറ്റൊരു നാമമാണ് അൽ ഗഫൂർ. അൽ ഗഫൂർ എന്ന് പറഞ്ഞാൽ ഏറെ പൊറുക്കുന്നവൻ. ഖുർആനിൽ 91 പ്രാവശ്യമാണ് അൽ ഗഫൂർ എന്ന നാമം വന്നിട്ടുള്ളത്. അതിൽ 72 തവണയും ഗഫൂർ റഹീം എന്ന് ചേർന്നാണ് വന്നിട്ടുള്ളത്. റൂഹ് തൊണ്ടക്കുയിൽ എത്തുന്നതിന് മുമ്പ്, മരണത്തിന് മുമ്പ് പശ്ചാത്തപിച്ചാൽ എത്ര വലിയ തെറ്റാണെങ്കിലും അള്ളാഹു പുറത്തു നൽകുമെന്നാണ്.